ജോലി വാങ്ങിത്തരാൻ മാത്രമല്ല ജോലിയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങാനും സഹായിക്കുന്ന ഏജൻസികളുണ്ട് ജപ്പാനിൽ. റെസിഗ്നേഷൻ പ്രോക്സികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നിയാലും ജോലി രാജിവെക്കാൻ ആഗ്രഹിച്ചിട്ടും കമ്പനി അധികൃതരുടെ ചോദ്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ചിന്തിച്ച് റെസിഗ്നേഷൻ കൊടുക്കുവാൻ മടിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയെടുത്ത രാജിക്കത്ത് കൊടുക്കലാണ് ഇവർ ചെയ്യുന്ന സേവനം. ഒരു ലോക്കൽ ജോബ് ഡാറ്റ പ്രൊവൈഡർ അടുത്തിടെ നടത്തിയ ഒരു സർവേ അനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം 20 വയസ്സിന് മുകളിലുള്ള 5 ജാപ്പനീസ് ജീവനക്കാരിൽ ഒരാളെങ്കിലും ജോലി രാജിവെച്ചിറങ്ങുന്നതിനു വേണ്ടി റെസിഗ്നേഷൻ പ്രോക്സികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പ്രവണത തന്നെയാണ് ജപ്പാനിൽ ഇത്തരം ഏജൻസികളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായതും. ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കി ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നവരാണിവർ. ടോക്കിയോ ആസ്ഥാനമായുള്ള മൊമൂരി ഇത്തരമൊരു ഏജൻസിയാണ്. ജാപ്പനീസ് പദമായ മൗമുരിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പേരാണിത്. എനിക്കിനി ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ പദത്തിന്റെ മലയാള വിവർത്തനം. മൊമൂരിയുടെ ഓഫീസിൽ നിന്നുള്ള ഈ ഫൂട്ടേജിൽ 20-ലധികം സ്റ്റാഫ് അംഗങ്ങൾ ക്ലയന്റുകളിൽ നിന്നുള്ള ഇമെയിലുകൾ പരിശോധിക്കുന്നതും തൊഴിലുടമകളുമായി ബന്ധപ്പെടുന്നതും കാണാം. അയാൾ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇന്നു മുതൽ ജോലിയിൽ വരാൻ കഴിയില്ലെന്നും നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. അതിനാൽ നിങ്ങളുടെ കമ്പനിയിൽ രാജിക്കത്ത് നടപടിക്രമങ്ങളെക്കുറിച്ച് പറയൂ, മൊമൂരി ജീവനക്കാരൻ അധികൃതരോട് ചോദിക്കുന്നു. തൃപ്തികരമല്ലാത്ത ജോലി ഉപേക്ഷിക്കുന്നത് ഒരു പൊതുപ്രേരണയാണെങ്കിലും ക്ലയന്റുകളെ അവരുടെ എക്സിറ്റ് സമയത്ത് അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് സ്ഥാപനത്തെ നയിക്കുന്നതെന്ന് മൊമൂരിയുടെ ആൽബട്രോസ് കമ്പനി പ്രസിഡന്റ് ഷിൻജി ടാനിമോട്ടോ പറഞ്ഞു. ജാപ്പനീസ് ആളുകൾ അവരുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പലപ്പോഴും മടിക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ ശക്തമായ സ്വാധീനം കാരണം രാജിവെക്കാനുള്ള അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നു. അതിനാൽ തങ്ങളുടെ ഉപഭോക്താവിനു വേണ്ടി രാജിവെക്കുന്ന കാര്യം കമ്പനിയെ അറിയിക്കുന്നത് ഞങ്ങളായിരിക്കും, ഷിൻജി പറഞ്ഞു. あとは会社自体が強くて、退職をしたいというのが言えない、そういった、風潮があります。なのでそのため、我々が依頼者に代わって、辞めたい、退職をしたいということを伝えて退職を確定させます。മാത്രമല്ല പല കമ്പനികളും ഭീഷണിപ്പെടുത്തൽ മുതലായ മാർഗങ്ങൾ രാജിവെക്കുന്നവർക്ക് മേൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സഹായം ക്ലയന്റുകൾക്ക് ഉപകാരപ്രദമാകുമെന്നും ഷിൻജി കൂട്ടിച്ചേർത്തു. 殺すぞとか死ねとかそういった暴言を上司から言われて病んでしまった方であったり、あとは、セクハラを受けて、女性の方でいうと上司からセクハラを受けて、退職を選んでしまったりとか、そういったことが今の日本では未だにまだある。ഫോൺ, ഇമെയിൽ, ഫാക്സ് അല്ലെങ്കിൽ രേഖാമൂലമുള്ള കത്ത് വഴിയെല്ലാമാണ് ക്ലയന്റിന്റെ രാജിയെക്കുറിച്ച് ഏജൻസി അതാത് കമ്പനികളെ അറിയിക്കുന്നത്.